ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാനിന്ന് മുഗൾ ഗാർഡനും അവിടുത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മില്ലേനിയം സിറ്റി സെൻറ്റർ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് മെട്രോ കയറേണ്ടത്. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി. ഇപ്പം ഞങ്ങൾക്ക് കയറാനുള്ള മെട്രോ വന്നിട്ടുണ്ട്. ഞങ്ങൾ അതിലോട്ട് കയറി സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഇറങ്ങി അവിടുന്ന് നേരെ രാഷ്ട്രപതി ഭവന്റെ മുന്നിലെത്തിയപ്പോൾ എൻട്രൻസിൽ കണ്ടില്ലേ, എൻട്രൻസിൽ സാധനങ്ങളൊക്കെ നമുക്കൊന്നും അകത്തുകൊണ്ട് പോകാൻ പാടില്ല. ബാഗ്, ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ അതെല്ലാം അവിടെ ജമ ചെയ്തിട്ട് ഉള്ളിലോട്ടിലോട്ട് കയറിയിട്ടുണ്ടേ. ഇവിടെ ടിക്കറ്റ് ഫ്രീ ആണ്. രാഷ്ട്രപതിയുടെ സൈറ്റിൽ കയറി ഓൺലൈൻ ചെയ്യാൻ ടിക്കറ്റ്. എന്നാൽ പിന്നെ ഈസി ആയിട്ട് അകത്ത് കയറാൻ പറ്റും. ഓഫ്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി വെയിറ്റ് ചെയ്ത് ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ ഓൺലൈൻ ചെയ്തിട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് ഇത് നേരത്തെ മുഗൾ ഗാർഡൻ ആയിരുന്നു, ഇപ്പോഴാണ് ഈ അമൃതോദ്യാൻ ആക്കിയിട്ടുള്ളത്. അതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ചെടികളൊക്കെ കണ്ട കുഞ്ഞു കുഞ്ഞു പൂക്കൾ കുഞ്ഞു ചട്ടികളിൽ നിറഞ്ഞിങ്ങനെ പൂത്തിരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അകത്തോട്ട് കയറണമെങ്കിൽ എങ്ങോട്ട് പോകണം എല്ലാം കാണിച്ചു തരാം. അവിടെ മാപ്പ് വെച്ചിട്ടുണ്ട്. ആ മാപ്പ് നോക്കി മുന്നോട്ട് നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടില്ലേ, പല തരത്തിലുള്ള കളർഫുള്ളായിട്ടുള്ള ഈ കല്ലുകളെല്ലാം ഇട്ട് മരങ്ങളും ചെടികളും എല്ലാം നല്ല ഭംഗിയാക്കി. അങ്ങനെ ഞങ്ങൾ നടന്നിപ്പോൾ രാഷ്ട്രപതി ഭവന്റെ മുന്നിലെത്തി കേട്ടോ. രാഷ്ട്രപതി ഭവൻ ചേർന്നാണ് ഇത്രയും വലിയ ഈ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യം അവർ സഞ്ചാരികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കും കേട്ടോ. ഈ വർഷം ഫെബ്രുവരി 2 മുതൽ മാർച്ച് 30 വരെയാണേ. ഈ ഒരു സമയം മാത്രമേ ഇത് സഞ്ചാരികൾക്ക് വേണ്ടി തുറന്നെടുക്കത്തുള്ളൂ കേട്ടോ. സമയം മാത്രം അകത്ത് എൻട്രി ഉള്ളൂ, അല്ലാതെ ഇതിനകത്ത് ആരെയും കയറ്റി വിടത്തില്ല. അങ്ങനെ രാഷ്ട്രപതി ഭവൻ ഇത്രയും അടുത്ത് കാണാൻ കഴിയുന്ന ഒരവസരം കൂടെയാണ് ഈ അമൃതോദ്യാൻ. അത് കഴിഞ്ഞിട്ടുള്ള ഹൈലൈറ്റ് ഇത് തന്നെയാണ് കേട്ടോ, ഈ തുളിപ്പ്. നല്ല കളർഫുള്ളായിട്ട് യെല്ലോ, റെഡ്, പിങ്ക്, വയലറ്റ് അങ്ങനെ പല തരത്തിലുള്ള കളറിൽ ഈ തുളിപ്പ് ഇങ്ങനെ ഇഷ്ടംപോലെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണുന്നില്ലേ? പുരാതന കാലഘട്ടത്തെ നല്ലപോലെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഗാർഡൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, മരങ്ങളെല്ലാം നല്ല വെട്ടി ഷേപ്പ് ചെയ്ത് നല്ല ഭംഗിയാക്കി വിട്ടിട്ടുണ്ട്. കണ്ടോ? നമുക്കിങ്ങനെ നടന്ന് കണ്ട് ആസ്വദിക്കാമേ. അതിനകത്തോട്ടൊന്നും കയറിപ്പോകാൻ പാടില്ല, ചെടികളിൽ തൊടാനൊന്നും പാടില്ല, അതിനെ നശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അവരതിനെ ഓരോ തട്ടുകളായിട്ട് നല്ല മനോഹരമായിട്ട് ക്ലീനാക്കി നല്ല പോലെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും തിരക്കുള്ള ഏരിയയല്ലേ, അപ്പോൾ എല്ലാവരും പോയി കഴിയുമ്പോൾ അതിനെ നശിപ്പിക്കത്തില്ല. അതുകൊണ്ടായിരിക്കണം അവർ അതിനകത്തൊന്നും കയറ്റി വിടത്തില്ല. നമുക്കിങ്ങനെ നടന്ന് കണ്ട് നല്ല പോലെ ആസ്വദിച്ച് വരാമേ. അങ്ങനെ അതെല്ലാം കണ്ടിങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് എൻ്റെ കണ്ണിലൊരു സംഭവം പെടുന്നത് കേട്ടോ. ഈ വെള്ളം വരുന്ന ആ ഒരു ഡിസൈൻ കണ്ടോ? എനിക്കത് കണ്ടപ്പം ഭയങ്കര അത് തൊടണമെന്നൊക്കെ ഒരു ആഗ്രഹം. ഞാനങ്ങനെ തൊട്ടൊക്കെ നോക്കി സന്തോഷത്തോടെ വരുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് വരുമ്പോൾ കാക്ടസ് ഗാർഡൻ. ഇത് കണ്ടില്ലേ, ഒത്തിരി വെറൈറ്റീസ് നല്ല നല്ല കാക്ടസുകൾ എല്ലാവരും സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റോൺസ് ആണ്. കളർഫുൾ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടാണ് അവരെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഞങ്ങൾ കണ്ട് ഞങ്ങളിങ്ങനെ കുറച്ച് റെസ്റ്റ് ചെയ്യാന്ന് അവിടെ ഇങ്ങനെ നിൽക്കുന്നതാണേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന് റെസ്റ്റ് ചെയ്ത ശേഷം നേരെ നടന്നു തുടങ്ങി റോസ് ഗാർഡൻ. പലതരത്തിലുള്ള റോസസും അതിനിടയ്ക്ക് തുളിപ്പൊക്കെ കാണുന്നുണ്ട്. റെഡ് റോസ്, പനീർ റോസ്, അങ്ങനെ ഒത്തിരി റോസസ്. അതും നല്ല വലിപ്പമുള്ള റോസസ് ആണ് കേട്ടോ. നേരിൽ കാണുമ്പോൾ അതിന് നല്ല സൈസ് ഉണ്ട് ആ റോസിന്. അതെല്ലാം കണ്ട് ഈ പോകുന്ന വഴി പറയുന്നതാണ് ലോങ് ഗാർഡൻ. അതിന്റെ മേളിലൊക്കെ കണ്ടില്ലേ, നിറച്ച് ചട്ടികളൊക്കെ ഇങ്ങനെ തൂക്കി നിറച്ച് ചെടികൾ ഇട്ടിട്ടുണ്ട്. അത് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. അതിന്റെ ലാസ്റ്റ് ചെല്ലുമ്പോഴത്തേക്കാണ് അടുത്ത് വേറൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ എന്ന് പറയുമ്പോൾ വേറൊരു ഗാർഡൻ ആണേ. അങ്ങനെ ഞങ്ങൾ നേരെ നടന്നു പോവുകയാണ്.
ഇവിടെ കണ്ടില്ലേ പല തരത്തിലുള്ള ഡാലികൾ, പല കളർ കളക്ഷൻസിൽ. അവയിൽ നിന്ന് തേൻ കുടിക്കുന്ന വണ്ടുകളും എല്ലാം കൊണ്ടും നല്ല സുന്ദരമായൊരിടം തന്നെയാണ് കേട്ടോ ഇവിടം. അങ്ങനെ ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് വാട്ടർ മൗണ്ടൻ. മഴവില്ല് വിരിയിച്ചുകൊണ്ടുള്ള ആ വാട്ടർ മൗണ്ടൻ പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു കേട്ടോ. ആ വെള്ളത്തിലിങ്ങനെ മഴവില്ല് ഫുള്ള് നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് വിദേശികളും സ്വദേശികളുമായിട്ടുള്ള പലതരത്തിലുള്ള കളർഫുള്ളായിട്ടുള്ള പൂക്കളും ചെടികളും എല്ലാം കൊണ്ടും മനോഹരമാക്കിയിട്ടുണ്ടായിരുന്ന ഒരിടം തന്നെയായിരുന്നു ഈ സർക്കിൾ ഗാർഡൻ കേട്ടോ. ഇവിടെ വിദേശികളും സ്വദേശികളുമായിട്ടുള്ള എല്ലാ ടൈപ്പ് ചെടികളും ഉണ്ട്. ഇതിന്റെ പേരൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ നല്ല ഭംഗിയായിട്ട് തന്നെ അവർ എല്ലാം തട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. മേളിൽ നിന്ന് താഴോട്ട് ഈ വാട്ടർ മൗണ്ടന്റെ അതുവരെ എത്തുന്ന തരത്തിൽ ഫുൾ റൗണ്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പൂക്കളുടെ ഭംഗി എല്ലാം കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ഞാൻ തൊട്ട് നോക്കിയേ. തൊട്ട് നോക്കുമ്പോൾ അവിടെ ഡ്യൂട്ടിക്ക് ആൾക്കാരുണ്ട്. അവർ തൊട്ട് നോക്കരുതെന്ന് പറഞ്ഞിട്ട് ചിരിയൊക്കെയാണ് കേട്ടോ ആ മുഖത്ത് കണ്ടത്. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് അങ്ങനെ തിരിച്ച് ചെറിയ വിശപ്പൊക്കെ തുടങ്ങി. എന്തെങ്കിലും കഴിക്കാൻ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഫുഡ് കോർട്ട് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അതിനകത്തോട്ട് കയറി. കുറേ ടെന്റ്, ഇങ്ങനെ ഒത്തിരി ഫുഡ് ഐറ്റംസ് എല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ വിലയൊന്നുമില്ല, എല്ലാം അഫോർഡബിൾ ആണ്. നമുക്ക് ആവശ്യമുള്ളത് അതിനകത്തൊന്ന് മേടിച്ച് കഴിക്കാം. അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഓരോ ടെന്റുകളിൽ ഞങ്ങൾ കുറച്ച് നോക്കുമ്പോഴാണ് രാഷ്ട്രപതിയുടെ ക്യാൻറ്റീൻ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ രാഷ്ട്രപതി ഭവൻ ക്യാൻറ്റീനിൽ നിന്ന് സാൻഡ്വിച്ച് വാങ്ങി. അങ്ങനെ ഞങ്ങൾ കഴിച്ച് അത് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഈ കരകൗശല സാധനങ്ങളുടെ വിൽപ്പന കേന്ദ്രങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിലൊക്കെ ഒന്ന് നോക്കിയപ്പോൾ അത് റേറ്റ് ഇച്ചിരി കൂടുതലാണെന്ന് തോന്നി. അങ്ങനെ ഞങ്ങളൊന്നും വാങ്ങിയില്ല. അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് ഈ ക്ലോക്ക് കാണുന്നത്. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കറക്റ്റ് ടൈം, ഞങ്ങൾ അവിടെ എത്തുമ്പോൾ 12:05 അത് ടൈം ഇങ്ങനെ നല്ലപോലെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. കറക്റ്റ് ഒരു ക്ലോക്ക് തന്നെയാണ്, ക്ലോക്ക് ഗാർഡൻ എന്ന് തന്നെ പറയാം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു പോരുമ്പോൾ നോക്കുമ്പോൾ ലോട്ടസ് നല്ല ഭംഗിയാക്കി അവർ ഒറിജിനൽ അല്ല ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ. നല്ല മനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ട് ഗേറ്റിന് പുറത്തിറങ്ങി തിരിച്ചിനി കോട്ടേഴ്സിലോട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ബൈ.